ഹായ് ഗൈസ്, ഇത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂർ ഒരു 5 കിലോമീറ്ററുള്ളിൽ കായ്ക്കോട് ശ്രീ ഭഗവതി ക്ഷേത്രം. ഇവിടെ 18 വർഷത്തിന് ശേഷം ഉള്ള ഒരു വലിയ മഹാത്സവമാണ്. നിറയെ ദൈവകോലങ്ങൾ അമ്പല തിരുസന്നിധിയിൽ ടൈം ഇടപെട്ട് വന്നുകൊണ്ടിരിക്കും. ആയിരക്കണക്കിന് ഭക്തരാണ് ഇങ്ങനെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പരിസരങ്ങളിലൊക്കെ നല്ല വെയിലാണ്, നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷമാണ്. ഉച്ചിലോട്ടമ്മയാണ് ഇവിടെ പ്രതിഷ്ഠ. ദേവിയുടെ പുറപ്പാടിന് വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിലുള്ള കാത്തിരിപ്പ്. സംസ്കാരത്തിന്റെയും ഭാഗമാണ്. കൂട്ടിയുറപ്പിക്കാനുള്ള പഴുതാണ് ഓരോ ഉത്സവങ്ങളും. ഇതൊരു ചടങ്ങാണ്. ഇവിടുത്തെ ബാല്യക്കാരെന്ന് പറയുന്നവർ ഈ തീ കൂടി ഇങ്ങനെ ഓടുക. തീയത്തിൻ്റെ പുറപ്പാടിന് മുന്നേ ഇതിൻ്റെ പരിധിയിൽപ്പെട്ട ഈ അമ്പലത്തിൽ കൂടുന്ന യുവാക്കൾ ഇങ്ങനെ തീ കൂടി തമിഴ്നാട്ടിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഉത്സവത്തിന്. ഭക്തജനസാന്ദ്രം ഉച്ചിലോട്ടമ്മയുടെ നടയാണ്. കാസർഗോഡ് ജില്ലയിൽ ഇവിടെ നടന്നിരിക്കുന്നത്. ഫെബ്രുവരി 15, 6, 7 തീയതി എന്ന സമാപനമാണ്. നന്ദവനം ആ കിണറിലെന്ന് വെച്ചാൽ കണ്ടോ, മുമ്പൊക്കെ വെള്ളം എടുത്തോണ്ടിരുന്ന നടന്നെങ്കിൽ ഓർമ്മയുണ്ട് പോലും. ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കോയിനൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുന്നില്ല. വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കിണറിനെ വെച്ചിരിക്കുകയാണ്. അവിടെ ഇതേപോലെ ഉണ്ട് ഒരു ടാങ്ക്. അതിങ്ങനെ വെള്ളം ഉറവിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നോക്കിയാൽ കാണാം വിശ്വാസങ്ങൾ. അത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്നു. മണിക്കിണറെന്നൊക്കെ പറയില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു അന്തരീക്ഷം പറയുന്നത്. ഒരു മലയുടെ മുകളിലാണ് ഈ പ്രകൃതി. അവിടെ താഴെയാണ് അമ്പലം കാണുന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ രക്ഷയില്ലാകത്തോട്ട് കയറാൻ അവിടെ ഒരു നല്ലൊരു കുളമുണ്ട്. ഈ തെയ്യത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇവിടെ ശുദ്ധിയൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ ഒരു വെള്ളം കിട്ടണമെങ്കിൽ അതൊരു ചിത്രം തന്നെയാണ്. നമുക്ക് നോക്കാനുള്ള നിർവാഹമില്ല, അതിനകത്തൂടെ കാണാൻ പറ്റും. അടുത്തൊരു ഉത്സവത്തിൻ്റെ വീഡിയോയുമായിട്ട് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. മീഡിയാസും ന്യൂസുകാരൊക്കെ അവിടെ കവർ ചെയ്യുന്നുണ്ട് പരമാവധി. ഇത്രയും റഷായിട്ടുള്ള ഇതിനകത്ത് വോളണ്ടിയേഴ്സ് ഇങ്ങനെ വാട്ടർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല പ്യുവർ തിളപ്പിച്ചാറിയ വെള്ളം. ഞങ്ങളും കുറച്ച് വെള്ളമൊക്കെ വെച്ച് വെള്ളം. നമ്മുടെ ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന കളിപ്പാട്ടങ്ങൾ, ചന്തകൾ, നല്ല വൈബാണ്. കൊച്ചുമോളുണ്ട്, സിസ്റ്ററിൻ്റെ. അവർക്ക് എന്താ കളിപ്പാട്ടം, നമുക്ക് എന്താ വേണ്ടേ കളിപ്പാട്ടം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുളം. നമ്മൾ കുറച്ചുകൂടെ മുകളിൽ വരുമ്പോൾ അതിൻ്റെ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് മറയാണ് അവിടെ കുറച്ച്. ഉത്സവങ്ങൾ എപ്പോഴും ഒരു സാംസ്കാരിക കൂട്ടായ്മയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആൾക്കാരുടെ ആ ഒരു നിൽപ്പും മറ്റ് നിരപരമായ കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമാണ്. നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇതിൻ്റെ സംഘാടക മികവ്, ഫുഡ് എല്ലാം ഹൈജീനിക് ആയിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഒരാൾക്കും ബുദ്ധിമുട്ടും എവിടെയും അനുഭവപ്പെടാൻ വന്നിട്ടില്ല. വളരെ ഭവ്യമായി അതിഥി ദേവോഭവ എന്ന ഒരു മൂർത്തിഭാവത്തിൽ തന്നെയാണ് എല്ലാ ഭക്തരെയും ട്രീറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. വളരെ സന്തോഷം തോന്നി ഇവിടുത്തെ ദൈവദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും. വളരെ ആത്മനിർവൃത്തി തന്നെ അനുഭവപ്പെടുകയുണ്ടായി. ഈ അമ്പലത്തിൻ്റെ ഏത് സൈഡിലോട്ട് പോയാലും ഈ ദൈവകോലത്തിൻ്റെ ദൃഷ്ടി നമുക്ക് കണ്ണുകളിൽ പതിക്കാൻ പറ്റും. അതേപോലെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. നിരവധി തെയ്യക്കോലങ്ങളാണ് ഈ 4 ദിവസം കൊണ്ടാടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് അവസാനത്തിലാണ് ഉച്ചിലോട്ടമ്മ എന്നെ കുറുനശ്ശേരി ഭഗവതിയുടെ പുറപ്പാടുണ്ടായിരുന്നത്. വീണ്ടും ഇതേപോലുള്ള കാഴ്ചകളുമായി